ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരിയുവിൻ്റെ ഡ്രൈവർ വന്നുമ്പോഴേക്കും സരി വണ്ടിയിലോട്ട് കയറും കേട്ടോ. അത് കഴിയുമ്പോൾ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് എങ്ങടാ പോകണ്ടേ മാഡം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സരി ആകെ ദേഷ്യപ്പെട്ട് പറയാണ്, എവിടെ നാടും എന്നെ എടുത്തുകൊണ്ട് വന്നേ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുക എന്ന് പറയും കേട്ടോ. അവരാകെ ദേഷ്യപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പണ്ട് താര വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും സരിയു ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവളെ എനിക്ക് ഒരിക്കലും എൻ്റെ അമ്മയായിട്ട് കാണാൻ പറ്റത്തില്ല, എന്തൊക്കെ പറഞ്ഞാലും ഞാനത് ആരുടെയും മുമ്പിൽ സമ്മതിക്കാനും പോകുന്നില്ല എന്നിങ്ങനെ ചിന്തിക്കുക കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എങ്ങനെയും ഇവിടുന്ന് മനുവേട്ടൻ്റെ കൂടെ പോകുന്നോടം വരെ എന്തൊക്കെ പറഞ്ഞാലും അത് ആരുടെയും മുമ്പിൽ ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. വളർത്തമ്മയെങ്കിൽ വളർത്തമ്മ, ആരും അറിയവും വേണ്ട എൻ്റെ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സ്വയം ആശ്വസിക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന പ്രകാശനെയാണ്. പ്രകാശൻ ഇങ്ങനെ പയ്യെ അടിയൊക്കെ കിട്ടി നടക്കാൻ പറ്റാതെ ഇങ്ങനെ പയ്യെ കയറി വരും കേട്ടോ. ഇത് കാണുമ്പോൾ ഭാനുമതി അമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ നിൻ്റെ കാലിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ പ്രകാശൻ പറയാണ്, അമ്മേ അടി കിട്ടി എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഈ ഭാനുമതി അമ്മയ്ക്ക് അടി കിട്ടിയെന്നോ, എവിടെ നിന്ന് അടി കിട്ടി, എന്താടാ നിനക്ക് പറ്റിയത്? ഞാൻ എപ്പോഴും കാർത്തികമ്മോളുടെ അമ്മയോടും കാർത്തികമ്മോളോടും നിന്നെപ്പറ്റി ഇങ്ങനെ പൊക്കി പറയുന്നത് നീ വിക്രത്തെ പോലെ രാജകുമാരനെ പോലെയാന്ന് പറഞ്ഞാലും നിനക്ക് എൻ്റെ അത്രയും പോലും ആരോഗ്യമില്ലാന്ന് നിനക്ക് അറിയത്തില്ലടാ പ്രകാശ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ പ്രകാശൻ പറയുകയാണ്, ഞാൻ രാവിലെ ഓടാൻ പോയില്ലമ്മേ, അപ്പോൾ എനിക്ക് ലക്ഷ്മിയെ കാണാൻ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വഴിക്ക് ഞാൻ അവിടെ പോയി വീട്ടിൽ പോയി കയറി. അവിടെ ചെന്നപ്പോൾ അവളുടെ ഭർത്താവ് പിടിച്ചടിച്ചതാ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ഭാനുമതി അമ്മ ചോദിക്കണേ, അവൾക്ക് ഭർത്താവും ഉണ്ടായിരുന്നോ? അങ്ങനെയല്ലോ കാർത്തികമ്മോള് പറഞ്ഞേ, എന്നിട്ട് ഇതൊന്നും നമ്മളോട് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും പ്രകാശം പറയാണ്, അങ്ങനെയല്ലമ്മേ, എനിക്ക് ഒരബദ്ധം പറ്റിയതാ, ആൾ മാറിപ്പോയി, ഞാൻ ലക്ഷ്മിയാന്ന് ഓർത്ത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഒറ്റടി കൊടുക്കും കേട്ടോ. എന്നിട്ട് പറയാം, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളെ ചതിക്കരുതെന്ന്. അപ്പോഴേക്കും പ്രകാശം ദേഷ്യപ്പെട്ടു, എത്താളെ നിങ്ങളെന്തിനാ എന്നെ അടിച്ചത്? ഞാൻ പറയുന്ന മുഴുവൻ നിങ്ങളൊന്നും കേൾക്കുക. ഞാൻ അതാ ലക്ഷ്മിയെന്ന് ഓർത്ത് പോയതല്ലായിരുന്നു ശരിക്കും കാർത്തികമോളുടെ അമ്മ, എനിക്കൊരബദ്ധം പറ്റിയതാ എന്ന് പറയും കേട്ടോ. കേൾക്കുന്ന ഭാനുമതി അമ്മ ചോദിക്കുക, നിനക്ക് എപ്പോഴും ഈ അബദ്ധങ്ങളെ പ്രകാശ പറ്റാനുള്ളൂ? ഇനി അവസാന കാലത്ത് ആകെ രക്ഷയ്ക്കുള്ളത് അവളും അവളുടെ അമ്മയാണ്. എങ്ങനെയും അവരെ പൂജിച്ച് കാര്യങ്ങൾ നടത്തി ജീവിക്കാൻ നോക്ക്. ഓരോരുത്തവളുമാരുടെയും പുറകെ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞു പോവാതെ എങ്ങനെയും മോളോട് ചോദിച്ചാൽ അവളൊരു ഫോട്ടോ മേടിക്കുക. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ, കണ്ട പൊല്ലാപ്പിലൊക്കെ പോയി ചാടുന്നത് അവസാനിക്കും എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും പ്രകാശം പറയാം, ഇനി ഒരു ഫോട്ടോയും മേടിക്കുന്നില്ലമ്മേ, നാളെ കോടതിയല്ലേ, കോടതി കഴിഞ്ഞ് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം, ഇനി മോളോട് അവസാന നിമിഷം ചോദിച്ച് വെറുപ്പിക്കണ്ടല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ഭാനുമതിയമ്മ പറയും, എന്നേലും കാണിക്ക്, നീ ഏതെങ്കിലും വൈദ്യനെ പോയി കണ്ട് മരുന്നൊക്കെ മേടിച്ച് വരാൻ നോക്ക് എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോഴേക്കും പ്രകാശം പറയും, അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും ഭാനുമതി അമ്മ ചോദിക്കുന്നുണ്ട്, ആരാടാ നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് പ്രകാശ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശം പറയുന്നുണ്ട്, എൻ്റെ കാർത്തിക മോള് എന്ന് പറയും കേട്ടോ. അപ്പോഴും ഭാനുമതി അമ്മ പറയുന്നുണ്ട്, എന്നാലും ഒരു പോലീസുകാരൻ്റെ ഭാര്യയുടെ അടുത്ത് എൻ്റെ പ്രകാശ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ഇതൊക്കെ കേട്ട പ്രകാശനാകെ ചമ്മി നാണം കെട്ടി ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്ന സരയുവിനെയാണ് കേട്ടോ. സരയ വീട്ടിൽ വന്നിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുവാണ് കേട്ടോ. സരയ വരുന്ന കാണുമ്പോഴേക്കും ശാരി ഇങ്ങനെ ചന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. സരയും ശാരീനെ കണ്ടു കഴിയുമ്പോൾ മനസ്സിൽ ചിന്തിക്കുവാണ്, അവളെ എന്തായാലും എനിക്ക് അമ്മയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എൻ്റെ വളർത്തമ്മ നിൽക്കുന്നു, ഇവരും എന്നോടൊന്നും പറഞ്ഞില്ല, ആരും ഒരു സത്യം അറിയണ്ട, ഞാൻ എൻ്റെ മനുവേട്ടനോട് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അങ്ങനെ സരയും അകത്തോട്ട് ചെല്ലുമ്പോൾ ശാരി ചോദിക്കുവാണ്, എന്താ മോളെ പറ്റിയത്? മോളിവിടെ കുഞ്ഞിനെ നിർത്തിയിട്ട് പോകാറില്ലല്ലോ, എവിടെ പോയതാന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും സരയു ദേഷ്യപ്പെട്ട് ചോദിക്കുക, എവിടെയെങ്കിലും പോകാനും പറ്റില്ല എനിക്ക്, അതോ ഞാനും ഈ വീട്ടിൽ ഇരുന്ന് നിങ്ങളുടെ വട്ട് പിടിക്കണമെന്നാണോ? എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ലേ, അതാണ് ഇനി പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് പറയുകയാണ്, ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ശാരി പറയുന്നുണ്ട്, എന്തിനാ മോളെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, പിന്നെ ദേഷ്യപ്പെടാതെ എന്ത് ചെയ്യണ്ടേ, എത്രയും പെട്ടെന്ന് ഞാനും എൻ്റെ മനുവേട്ടനുമായിട്ട് ഇവിടുന്ന് പോവും. മനു വിളിച്ചില്ല, ഇനി അതാണോ മോക്ക് വിഷമം എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, മനുവേട്ടൻ എന്താ ഇവിടെ ചുമ്മാ ഇരിക്കുവാണോ? ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്മാനാണ്, വേറെ പണിയൊന്നുമില്ല, അച്ഛനെ പോലെ ഇരിക്കുകയെന്നാണോ നിങ്ങളുടെ വിചാരം എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശാരി മനസ്സിൽ ചിന്തിക്കുക, അവൻ്റെ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മോക്ക് മാത്രം അറിയാത്തത് എന്നോർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ. അത് കഴിയുമ്പോഴേക്കും പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഞാൻ മനുവേട്ടൻ്റെ കൂടെ ഇവിടുന്ന് പോവും, നിങ്ങൾക്ക് വേണ്ട കാശ് എത്രയാണെന്ന് വെച്ചാൽ മാസം അയച്ചു തന്നേക്കാം, പിന്നെ കാണാൻ തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് വന്നു പൊക്കോളുക, അത് മതി, അതിനപ്പുറം ഒന്നും വേണ്ട എന്നൊക്കെ പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശാരി പറയുന്നുണ്ട്, മോളെ ഒരുപാട് സ്വപ്നങ്ങളൊന്നും കാണണ്ട എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കും വിഷമോ സങ്കടമൊക്കെ സഹിക്കാൻ വയ്യാതെ സരയു ഇങ്ങനെ കരഞ്ഞിട്ട് വരികയാണ്, അതിന് ആരിവിടെ സ്വപ്നം കാണുന്നു, സ്വപ്നം കണ്ടതൊക്കെ അയലത്തുള്ളവളല്ലേ, അവൾക്കാണെങ്കിൽ ഒന്നുമില്ലായിരുന്നു, ശബ്ദം പോലും, ഇപ്പം എല്ലാം കിട്ടി, എൻ്റെ പേരിലുള്ള കമ്പനിയുടെ MD വരെ അവളായി എന്ന് പറയുക കേട്ടോ. അത് കഴിയുമ്പോഴേക്കും സരയു ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞിട്ട് പറയുകയാണ്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്
എന്ന് ചിന്തിച്ച് മനസ്സിൽ ചിന്തിക്കുക. സ്വന്തം അമ്മേനെ പോലും എന്നിങ്ങനെ ചിന്തിച്ച് അവിടെ നിന്ന് കയറി പോവാട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഷാരിക്ക് ആകെ വിഷമമാവുകയാണ്. ഷാരിക്ക് സരുവിന് എന്ത് പറ്റിയെന്ന് ഓർത്ത് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് കേട്ടോ. ഷാരി പോയി കഴിയുമ്പോഴത്തേക്കും സരു മുറി ചെന്ന് കുഞ്ഞിനെ എടുത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം കോടതിയാണ് കേട്ടോ. കോടതിയിൽ ലക്ഷ്മി അമ്മ മൊഴി മാറ്റി പറയുവാണ്. ജഡ്ജിയോട് സോറിയൊക്കെ പറഞ്ഞിട്ട് പറയുവാണ്, എനിക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് ഇച്ചിരി കുഴപ്പമുണ്ട്, ഇദ്ദേഹം ഒന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ മൊഴി കൊടുത്തതാണ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഇതൊക്കെ ഒരു തമാശയായിട്ടോ തോന്നിയെന്ന് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി അമ്മയുടെ വക്കീൽ പറയുകയാണ്, അത് സാറേ എല്ലാ ഇതും സമർപ്പിച്ചിട്ടുണ്ട്, ഒരബദ്ധം പറ്റിയത് മെഡിക്കലി കുഴപ്പമുണ്ടായിരുന്നുകൊണ്ട് ഇവർ ശരിക്കുള്ള ഭർത്താവ് ഇവരെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുവാണ്. അപ്പം ജഡ്ജി പ്രകാശനോട് ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്കെന്ത് പരാതി സാർ, ആൾക്കാർക്ക് അബദ്ധമൊക്കെ പറ്റുന്നത് സ്വാഭാവികമല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതി പറയും കേട്ടോ. അപ്പോൾ ജഡ്ജി ഇങ്ങനെ പ്രകാശനോട് ചോദിക്കുന്നുണ്ട്, താൻ വല്ലോ കാശും കൊടുത്ത് ഇവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചോ, അതാണ് ഇവരിപ്പോൾ പെട്ടെന്ന് മൊഴി മാറ്റുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശം പറയുന്നുണ്ട്, ഞാനങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിൽ ഇവർ പറയട്ടെ സാർ ചോദിക്കുമെന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി അമ്മ അപ്പോഴും ഒന്നുമില്ല എന്നുള്ള രീതി പറയുക കേട്ടോ. അവസാനം ലക്ഷ്മി അമ്മയുടെ വക്കീൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുവാണ്. ലക്ഷ്മി അമ്മ സ്വാധീനിച്ചിട്ടില്ല എന്നൊക്കെ മൊഴി കൊടുത്തിട്ട് അവിടുന്ന് പോവാം കേട്ടോ. അങ്ങനെ ജഡ്ജി ആ കേസ് പിൻവലിക്കുവാണ്, പ്രകാശനെ വിട്ടയക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ലക്ഷ്മി അമ്മ പുറത്തേക്ക് കഴിയുമ്പോൾ കല്യാണിയോടും കിരണോടും പറയുന്നുണ്ട്, അവനിപ്പോൾ സന്തോഷിക്കട്ടെ, എന്തിൻ്റെ തുടക്കമാണെന്ന് അവൻ അറിയില്ലല്ലോ എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ പറയാണ്, കാർത്തിയോട് ഞാൻ പറഞ്ഞു കൊടുത്ത അനുഭവങ്ങളെ അവക്കുള്ളൂ, പക്ഷേ മോളും മോളുടെ അമ്മയും ശരിക്കും അനുഭവിച്ചതല്ലേ, എന്തായാലും നടക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും പ്രകാശനും വിക്രവും വക്കീലും കൂടെ അങ്ങ് വരും കേട്ടോ. അപ്പോഴേക്കും പ്രകാശൻ പറയുന്നുണ്ട്, ഇതുങ്ങളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താതെ കോടതി മൊഴി മാറ്റി പറഞ്ഞതിന് നന്ദിയുണ്ടെന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിയമ്മ പറയാം, നിൻ്റെ നന്ദിയൊന്നും എനിക്ക് വേണ്ട, 5 കോടി ആ പറഞ്ഞ കാശ് എത്രയും പെട്ടെന്ന് എത്തിയിരിക്കണം എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും പ്രകാശൻ പറയുന്നുണ്ട്, അതൊക്കെ എത്തിച്ചേക്കാമെന്ന്. അത് കഴിഞ്ഞ് ലക്ഷ്മിയമ്മ കല്യാണിയോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പ്രകാശനും വിക്രവും ഇങ്ങനെ നമ്മുടെ കല്യാണിയെ നോക്കിയിട്ട് പറയുകയാണ്, എടി നിനക്കിപ്പോൾ സന്തോഷമായി കാണുമല്ലോ, അതിൻ്റെ എന്തെങ്കിലും കമ്മീഷൻ കിട്ടുമായിരിക്കും അല്ലേ, 5 കോടിയല്ല 10 കോടി വാരി എറിഞ്ഞ് എൻ്റെ കാർത്തിക മോൾ എന്നെ പുറത്തിറക്കും, അത്രയ്ക്ക് അവർക്കും അവരുടെ അമ്മയ്ക്കും എന്നെ ആവശ്യമാണ്. പിന്നെ കഴിഞ്ഞ തവണ കല്യാണം 3 സ്റ്റാറിലായിരുന്നു നടത്തിയത്, അത് നടന്നില്ല, ആൾക്കാർക്ക് വന്ന് നല്ല ഫുഡൊക്കെ തട്ടിയിട്ട് പോയി, നീയും നിൻ്റെ ഭർത്താവും വന്നില്ല, ഈ തവണ എന്തായാലും വരണം എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ കിരണും കല്യാണിയും പറയണേ, ഈ തവണ ഉറപ്പായിട്ടും വരും എന്ന് പറയുമ്പോഴത്തേക്കും പ്രകാശം പറയും, വേണം, നിൻ്റെ അമ്മേനോട് വിളിച്ചു, 5 സ്റ്റാർ ഹോട്ടലാണ് ഈ തവണ നടത്തുന്നത്, നല്ല ബൊഫെ ഒക്കെയാണ്, എന്തായാലും എല്ലാവരും കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കല്യാണി പറയാണ്, അല്ല നിങ്ങളെ കല്യാണം കഴിക്കുന്ന കാർത്തികയുടെ അമ്മയ്ക്കാണോ ശരിക്കും കണ്ണിന് കാഴ്ചക്കുറവെന്ന് ഞാൻ ഓർക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരാളെ കെട്ടണമെന്നും പറഞ്ഞ് വാശി പിടിക്കുമോ എന്നിങ്ങനെ ചോദിച്ച് കളിയാക്കുക കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പ്രകാശന് നല്ല ദേഷ്യം വരുവാണ്. അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന പ്രകാശനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്